ഇപ്പോൾ അടിക്കടി കേൾക്കുന്നത് ആത്മഹത്യ 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 ഇതേ കേൾക്കാനുള്ളൂ. ശരിയാണ്, നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കുക, നമ്മളെ ചുറ്റിനും വേറെ ഒരുപാട് വഴികളുണ്ട്. ഒരു വഴി അടഞ്ഞിട്ടുള്ളൂ. ഇന്നും കണ്ട് ന്യൂസിലൊരു പെണ്ണ് മരിച്ചത്. എന്താവശ്യത്തിന്? അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നില്ലേ? പോട്ടെ, അവൾക്ക് ദൈവം കൈയും കാലും കൊടുത്തിട്ടില്ലേ? ഒറ്റയ്ക്ക് പൊരുതി അങ്ങ് ജീവിക്കണം എവിടെയെങ്കിലും പോയി നിന്നിട്ട്. അവൻ പോയി എന്ന് വെച്ചിട്ട് ഈ ലോകത്ത് വേറെ ചെക്കന്മാരില്ലേ കല്യാണം കഴിക്കാനായിട്ട്? പോട്ടെ, കല്യാണം കഴിച്ചില്ലെങ്കിൽ വേണ്ട. ലൈഫിൽ തോറ്റൊരു പിന്നീടൊരു ലൈഫിലേക്ക് പോകാൻ ഭയങ്കരമായിട്ട് പേടിക്കും. കഴിഞ്ഞ ദിവസം ഒരു ചെറിയ കുഞ്ഞ് മരിച്ചു, സൂയിസൈഡ് ചെയ്തിട്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. നമുക്ക് ആ ഒരു മൈന്യൂട്ടായ നിമിഷത്തിൽ ആർക്കും നമ്മളെ വേണ്ട എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. മനസ്സിലായോ? ആ ഒരു സമയത്താണ് നമ്മളിത് ചെയ്ത് പോവുക. ഒരിക്കൽ ചെയ്ത് പരാജയപ്പെട്ടാൽ പിന്നെ ഒരിക്കലും ആ വ്യക്തി ചെയ്യില്ല, ഷുവറാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുമ്പോൾ എൻ്റെ റിക്വസ്റ്റ്, ഒരു യാത്ര അങ്ങ് പോവുക, എഴുതി വെച്ചിട്ട് തിരിച്ചു വരും എന്നുള്ള രീതിയിൽ. ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനെ കൂട്ടി, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഗേൾ ഫ്രണ്ടിനെ കൂട്ടിയോ ബോയ് ഫ്രണ്ടിനെ കൂട്ടിയോ ജസ്റ്റ് ഒരു യാത്രയിൽ പോവുക. നാട്ടുകാരെന്തോ പറഞ്ഞോട്ടെ, വീട്ടുകാരോട് പറയുക, ഇത് ചുമ്മാ പബ്ലിഷ് ആക്കരുത്, ഞാൻ തിരിച്ചു വരും. അല്ലെങ്കിൽ വീട്ടിൽ ആരെയും കൂട്ടിക്കൊണ്ടുപോകുക, എന്നെ ഒരു യാത്ര കൊണ്ടുപോകാമെന്ന് പറയുക. നിങ്ങളങ്ങൊരു യാത്ര എൻ്റെ അറ്റുന്നവരെ കുറേ ഒരു 3-4 ദിവസം ഒന്ന് ബോംബെ, ഗുജറാത്ത് അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് പോയിട്ടൊക്കെ തിരിച്ചു വരണം. പറ്റുമെങ്കിൽ ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറണം. സൂപ്പറായിരിക്കും, സൂപ്പർ. നിങ്ങളുടെ കുറേ വിഷമങ്ങളങ്ങ് മാറും. അപ്പോൾ ചിന്തിക്കും, കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ട് എങ്ങനെ പോകുന്നു? പെണ്ണുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഒന്നും ഇട്ടിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല. ശരിയാ. നിങ്ങൾ അങ്ങനെ അച്ഛനൊക്കെ ഇട്ടിട്ട് പോകുന്ന അമ്മമാരെ മക്കളെ ഓർക്കുക. അമ്മയ്ക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവർക്ക് കൈ കിട്ടുന്ന പൈസ കൊണ്ട് വേണം നിങ്ങളെ നോക്കാൻ. മറ്റുള്ളവരെ കണ്ട് അയ്യോ അവർക്ക് അതുണ്ട് ഇതുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങളിതാക്കരുത്. പണ്ടത്തെ മാതിരിയില്ല. ഇപ്പോൾ ചെക്കന്മാർക്കൊന്നോ കമ്മലും മാല ഇടണമെന്നോ വള ഇടണമെന്നോ അങ്ങനെ ഒന്നും അവന്മാർക്കൊരു പ്രശ്നമില്ല. ഇപ്പോഴത്തെ ജനറേഷനിൽ ചെക്കന്മാർ സൂപ്പറാണ്. അവരങ്ങനെ നോക്കുന്ന കൂട്ടത്തിലല്ല. പണ്ടുള്ളവർക്കാണ് സ്വർണ്ണമുണ്ടോ മറ്റേതുണ്ടോ മറച്ചുണ്ടോ എന്ന് ചെക്കന്മാർക്ക് നോട്ടം. ഇപ്പം അതൊന്നുമല്ല. ഇപ്പം ഭംഗി പോലും നോക്കുന്നില്ല. അങ്ങനെ ആ രീതിയിലാണ് ചെക്കനും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവർ കല്യാണം സ്നേഹിക്കുന്നത്. പണ്ട് അതുകൊണ്ട് ഭംഗിയുണ്ടെങ്കിലേ കിട്ടുള്ളൂ. അപ്പോൾ അതുപോലും ചെക്കന്മാർ നോക്കുന്നില്ല. ഒരു പെണ്ണിനെ സ്നേഹിച്ചാലാണ് അത് ഓക്കെ, അങ്ങനെ അവർ സ്നേഹിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുന്നത്? മരിക്കാറാവുമ്പോഴായിരിക്കും ആൾ ചിന്തിക്കണേ എന്തിനായിരുന്നു എന്ന്. കൈവിട്ട് പോയി നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. എല്ലാവരോടും എനിക്കുള്ള റിക്വസ്റ്റാണ്, അതൊരു സിംറ്റംസാണ്, അതൊരു ഡിസോർഡറാണ്. അങ്ങനെ മരിക്കണം എന്നുള്ള ചിന്ത. കുറേ ഡിസോർഡർ നമ്മുടെ ഇടയിൽ. നമ്മളെ വിചാരം, ഞാനവിടെ വായിച്ചതിൽ 10 പേരിൽ 4 പേർക്കുണ്ടെന്നാണ് പറയണത്. ആർക്കും അറിയില്ല എന്താണ് ഇതിൻ്റെ വെറൈറ്റി എന്ന്. അറിയാമെന്നുള്ള ഡോക്ടേഴ്സിനേ ഉള്ളൂ. ഡോക്ടറിൻ്റെ കൈ കിട്ടിയ ഡോക്ടർ പറയും നിങ്ങൾക്ക് ഇന്ന ഡിസോർഡറാണ്. നമ്മൾ സ്വയം നമ്മളെ കൺട്രോൾ ചെയ്യണം. ആർക്ക് വേണ്ടിയിട്ട് മരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് നമ്മൾ ഒറ്റയ്ക്ക് വന്നോ ഒറ്റയ്ക്കാണ് തിരിച്ചു പോകേണ്ടത്. ആരും നമ്മളപ്പുറം മരില്ല. നമ്മൾ മരിച്ച് കിടന്നാൽ ആരെങ്കിലും നമ്മളപ്പുറം ചാടി മരിക്കുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ആരും മരിക്കില്ല. അവർ 2 ദിവസം കഴിയുമ്പം പഴയതുപോലെയാവും. പഴയതുപോലെ അവരിവിടെയൊക്കെ തന്നെ ഉണ്ടാവും. നമ്മൾ ഈ ലോകത്തുനിന്ന് പോവും എന്നുള്ള സത്യം മനസ്സിലാക്കുന്നിടത്തുനിന്ന് തുടങ്ങും നമ്മൾ ജീവിക്കാൻ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ മരിക്കുന്നിടത്തുനിന്ന് ഒന്ന് പരാജയപ്പെട്ടൊരു വ്യക്തി ഒരിക്കലും പിന്നെ ട്രൈ ചെയ്യില്ല എന്ന്. ചിലർ ചെയ്യും, കാരണം അവർക്ക് വഴി മുന്നിലില്ല എന്ന് വിചാരിച്ചിട്ടാണ്.
നമ്മുടെ ഇവിടെ ഒരു ചെക്കനും പെണ്ണും ചാടിയെന്ന് പറയുന്നു. പെണ്ണ് രക്ഷപ്പെട്ടു, പുഴയിൽ ചാടിയതാണ്. ചെക്കൻ മരിച്ചു. കല്യാണം കഴിഞ്ഞൊരു പെണ്ണും കല്യാണം കഴിയാത്തൊരു ചെക്കനായിരുന്നു. എവിടെയും പോയി അങ്ങ് ജീവിച്ചാൽ പോരെ ഇവർക്ക് രണ്ടുപേർക്കും. ഇതിപ്പോൾ പെണ്ണിന് ജീവിതകാലം മുഴുവനും നരകിക്കണ്ടേ കിടന്നിട്ട്. ആ ഒരു വേദന, ചെക്കൻ പോയതിൻ്റെ വേദന. എവിടെ പോയി കിടന്ന് ജീവിച്ച അത്രയെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിച്ചുകൂടായിരുന്നു. മരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അല്ലാതെ സ്ത്രീധനത്തിൻ്റെ പേരിൽ എന്താ ന്യൂസ് കേട്ടില്ല, മരിച്ചു എന്ന് ഇടപ്പഴം ഞാൻ ന്യൂസ് കേൾക്കാൻ പോയില്ല. ആർക്ക് വേണ്ടിയിട്ടും ആരും മരിക്കാതിരിക്കുക, ജീവിക്കാൻ ശ്രമിക്കുക. ജീവിച്ച് മുന്നേറാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സിംഗിളൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് കുറേ യാത്രകൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ മരിക്കാൻ തോന്നുന്ന ഒരു വീട്ടിലുണ്ടെങ്കിൽ അവരെ എന്തെങ്കിലും എൻഗേജ്ഡ് ആക്കുക. നിങ്ങൾ അവരെ വെറുതെ ഇരുത്താണ്ട് പുറത്തൊക്കെ വിടുക, ബന്ധുക്കളെ വീടുകളിൽ വിടുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അവിടെ, അവർക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ഫ്രണ്ട്സിൻ്റെ അവിടെ വിടുക. പിന്നെ ഫ്രണ്ട്സുമായിട്ട് മിങ്കിൾ ചെയ്തോട്ടെ. ആരും ഇല്ലയെന്ന് തോന്നലാണ് അവർക്ക് പലതും ചെയ്യാൻ തോന്നുന്നത്. മനസ്സിലായോ? അപ്പോൾ മരിക്കാൻ പോകുന്നവരാലോചിക്കാം, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടും മരിച്ചിട്ട് ഒരു തേങ്ങയില്ല, ഒരു ചുക്കുമില്ല അവർക്ക്. നമ്മളീ ഭൂമിയിൽ അങ്ങ് ജീവിക്കുക. എങ്ങനെ, എന്താ, ഏത് വഴിയാണെന്നൊന്നും ചിന്തിക്കണ്ട. നിങ്ങളങ്ങ് ജീവിച്ചു പോവുക. ആരും ഇല്ലയെന്ന് വെച്ചിട്ട് പിന്നെ ആകാശമൊന്നും ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. ഇഷ്ടം പോലെ ജോലികൾ ഈ ലോകത്തുണ്ട്, ഇഷ്ടം പോലെ ജോലികൾ. ഒരു ജോലിക്കും കുറവ് വിചാരിക്കേണ്ട ആവശ്യമില്ല. നാട്ടുകാരെന്ത് വിചാരിക്കും? അയ്യോ, ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കും? ഒരാഴ്ച ഇരുന്ന് പറയുമായിരിക്കും. തിരിച്ച് നല്ല റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കാനോ ചൊറിയാനോ വരില്ല. അവർക്ക് പറയാനോ ഒരാഴ്ച ഒരു മാസത്തെ കഥയായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് അവർ വേറെ കഥയിലേക്ക് അങ്ങ് പോയിക്കോളും. മിണ്ടൂലായിരിക്കും, മിണ്ടണ്ട, കൂളായിട്ട് അങ്ങ് ഇരിക്കുക, അത്ര തന്നെ. അതുപോലെ ബന്ധുക്കൾ ചൊറിയാൻ വരുമായിരിക്കും. നല്ല റിപ്ലൈ കൊടുത്തിട്ട് അങ്ങ് വിട്ടാൽ മതി, നിങ്ങളെ ചൊറിയാണെങ്കിൽ. അതുകൊണ്ട് നമ്മൾ വെറുതെ മരിക്കാതിരിക്കുക. ആർക്ക് വേണ്ടിയിട്ടും മരിക്കാൻ ശ്രമിക്കണ്ട. ജീവിക്കാൻ, പൊരുതി ജീവിക്കാൻ നോക്കുക. കുറേ പാരൻസ് ഉണ്ട്, ഇന്ന് മരിച്ച പെണ്ണ് അങ്ങനെയാണ് മരിച്ചതായിരിക്കണം, മോളെ അവിടെ നിൽക്കുക, അവിടെ പിടിച്ച് നിൽക്കുക, ഇങ്ങനെ പിടിച്ച് നിന്നിട്ടാണ് അവസാനം അതൊക്കെ മരിക്കുന്നത്. എന്നിട്ട് പോയത് ആ പെണ്ണിൻ്റെ ജീവിതം പോയാലും വേണ്ടില്ല, ഭർത്താവിൻ്റെ വീട്ടിൽ പിടിച്ചിരിക്കണം. ഇത് മാത്രമേ ഉള്ളൂ പാരൻസിന്. ആദ്യം പാരൻസിനെയൊക്കെ കൊണ്ടുപോയിട്ട് നല്ല കൗൺസിലിംഗ് കൊടുത്ത് അവരെ റെഡിയാക്കണം. അതൊക്കെ കാലവരി എല്ലാത്തിനും കൂടെ എടുത്ത് നിലത്തടിക്കാൻ തോന്നും. മരിച്ച വാർത്ത കേൾക്കുമ്പോൾ എന്നെ കൊണ്ടാവില്ല താങ്ങാനാണ്.